മോർണിംഗ് കാത്തസ് മാജിക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ മൂകാംബിക ദേവിയുടെ സന്നിധിയിലേക്ക് രാവിലെ നമ്മൾ തൊഴാൻ പോകണം. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ട്രഡീഷണലായിട്ടൊക്കെ ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്താണ് പിന്നെ നമ്മൾ ദേവീ സന്നിധിയിലേക്ക് പോവാണ്. രാവിലെ നമുക്ക് ഇവിടുത്തെ നേർച്ചയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യണം. പിന്നെ എന്താണ് അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് നമ്മൾ പോവാം കേട്ടോ തൊഴാൻ. ഉള്ള ആൾക്കാരൊക്കെ കണ്ട ഹരിയേട്ടനും മോനും ഒക്കെ രണ്ട് കസവും കൊണ്ടും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഉണ്ണിമോളും അമ്മയും ഒക്കെ ഇതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അവരെല്ലാവരും അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. നമ്മൾ ഇവിടെ ദേവിക്ക് അർപ്പിക്കാൻ ഇങ്ങനെ ഒരു തട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടിയുടെ ബുദ്ധിമുട്ടായത് നമ്മൾ മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. നമ്മൾ ദാണ്ട് ഇങ്ങനെ തട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു തട്ടം കേട്ടോ. ഒരു തട്ടം 100 രൂപ ആണ്. അപ്പം നമ്മളതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ദേവിക്ക് അർപ്പിക്കാനുള്ള നേർച്ചയാണ്. നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ഭയങ്കര വിശേഷാൽ ദിവസമാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയും തൃക്കാർത്തികയും കൂടെയാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര വിശേഷാൽ ദിവസമാണ് ഇന്നിവിടെ അമ്പലത്തിൽ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മളിതിങ്ങനെയൊന്നും ആലോചിച്ച് വന്നതല്ല. അത്രയ്ക്കൊരു ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ എൻട്രിയിലേക്ക് കടക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ തട്ടം. ഇതിനകത്ത് സിന്ദൂര്, പൂവ്, മുല്ലപ്പൂമാല, റോസാപ്പൂ ഒക്കെ ചേരുന്ന ഒരു തട്ടമാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നതാണ്. കുങ്കുമോ ഇതും. ഈ പൂവിൻ്റെ ഒരു തട്ടത്തിനാണ് 100 രൂപ തന്നേക്കുന്നത്. നമ്മളിത് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്, ഇപ്പം വലിയ തിരക്കൊന്നുമില്ല. തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഉള്ളിൽ കയറുക കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് അകത്ത് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാമേ. അപ്പം ഞങ്ങൾ പിന്നെ മൂകാംബിക ദേവിയെ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി. ഇതിപ്പം ഇന്ന് രാവിലെ തൊഴുത്, ഇന്ന് രാത്രിയിലും തൊഴുത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ തൊഴുതിറങ്ങിയത്. അപ്പം ഇനി ഉച്ചക്കത്തെ പൂജയും കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ കുടജാദ്രിയിലേക്ക് പോവാണേ. പിന്നെ എന്താണ് ഇനി ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ കാപ്പിയൊന്നും കുടിച്ചില്ല. എന്നിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പിന്നെന്താണ് കുടജാദ്രിയിലേക്ക് പോകണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളൊന്നും കിട്ടുന്നില്ല. പറയുന്ന വാക്കുകളൊന്നും തന്നെ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അത്രയ്ക്ക് അപ്പോൾ അവരെല്ലാം പോയി. ഞാൻ അവരുടെ കൂടെ ചെല്ലട്ടെ. ഇവിടുത്തെ ഈ ജനക്കൂട്ടം കണ്ടു. ഇവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ ശിവനന്ദി ഇരിപ്പുണ്ട്. അവിടുത്തെ ശിവനന്ദിയുടെ ഒരു ചെവി പൊത്തിപ്പിടിച്ച് മറ്റേ ചെവിയിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശിവനന്ദിയോട് പറയുവാണ്. അപ്പം അത് മഹാദേവനോട് ശിവനന്ദി ചെന്ന് പറയുമെന്നാണ് ആ ഒരു വിശ്വാസം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഈ ആൾക്കൂട്ടം കേട്ടോ. അമ്മ ശിവനന്ദിയെ കെട്ടിപ്പിടിച്ച് കൊണ്ട് ഇരിപ്പുണ്ട്.
ഇത് മഹാദേവനാകട്ടോ. ജനത്തിരക്ക് വേണ്ട, ഇപ്പോഴും നല്ല തിരക്കായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ അമ്മയുടെ ഇതാണ് മോളിങ്ങോട്ട് കാണിച്ചത്. ഇത് അമ്മയുടെ സാരിയാട്ടോ, മൂകാംബിക അമ്മയുടെ സാരിയാണ്. ഇത് നമ്മൾ പിന്നെ മേടിക്കാൻ വേണ്ടിയുള്ള സാരി, അമ്മയെ ഉടുപ്പിക്കുന്ന സാരികളായിരുന്നു. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി, പിന്നെ അകത്ത് ദേവിയെ എഴുന്നള്ളിക്കുന്ന ഒരു ഭാഗ്യം നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ അമ്മയെ അകത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു. ഇതൊക്കെ ഇവിടുത്തെ വിളക്കുകളാണ്, ഇവിടെ വരുന്ന വിളക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് ഇവിടുത്തെ സ്വർണ്ണത്തേരിയിരിക്കുന്നതാണ്, സ്വർണ്ണത്തേരാണ് കേട്ടോ. ഒരു കുഞ്ഞ് പശുവിനെ അതിൻ്റെ അമ്മയും കുളിപ്പിക്കട്ടെ. ഇത് വെച്ചൂർ പശുവാണെന്ന് തോന്നുന്നു കേട്ടോ, കുളിപ്പിക്കട്ടെ ആണ്. ഈ പശുവിനെ കറന്നായിരിക്കാം, എൻ്റെ ഒരു ഊഹമാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് അറിയത്തില്ല. പാലൊക്കെ എടുക്കുന്നത് ഇവിടുത്തെ അമ്പലത്തിലെ പശു തന്നെയാണ് ഇത് കേട്ടോ. അതിനെ കുഞ്ഞിനെ നക്കി തുടയ്ക്കുന്നേ. ഞങ്ങൾ റൂമിൽ വന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ ഇനി ഇപ്പോൾ കുടജാദ്രിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജീപ്പിനാണ് പോകുന്നത്. അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇനി പോകുന്നത് കേട്ടോ. നമ്മളിനി കുടജാദ്രിയിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. അതെ, ഇതാണ് ഞങ്ങളുടെ അപ്പ. എന്നിട്ട് ഞങ്ങൾ കുടജാദ്രിക്ക് പോകാൻ ജീപ്പിൽ കയറിയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പം തൊട്ട് ഞങ്ങൾ കയറി നിൽക്കാൻ പോവാണ്. ഉണ്ട് അമ്പിളി ചേച്ചി, അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ കുടജാദ്രിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടി വരുവേ, ദൈവമേ ഈ റോഡെല്ലാം നമ്മൾ വണ്ടി ഓടിച്ച് പോകേണ്ടതാണോ എന്ന് നമുക്ക് പേടി വരും കേട്ടോ. പിന്നെ ഭയങ്കര വലിയ ഉരുളങ്കല്ലൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ എന്താണ്, അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിൽ എങ്ങനെയായിരിക്കും അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളത് കേട്ടോ. പിന്നെ ഹരിയേട്ടൻ അവരോട് ചോദിച്ചു ഇവിടുന്ന് കുടജാദ്രി വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഭയങ്കര യാത്ര തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മൾ കുടജാദ്രിയിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ താഴ്വരയിലെത്തി. അപ്പം
താണ്ട് അപ്പം ഇതാണ് നമ്മൾ കുടജാദ്രിയിൽ കയറിപ്പോകാൻ തുടങ്ങുന്ന വഴിയാണിത്. അയ്യോ അല്ല, ഇതിൻ്റെ വഴി ഒന്ന് ഫോക്കസ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ നടപ്പിന് ശേഷം നമ്മൾ സർവജ്ഞപീഠത്തിലെത്തി കേട്ടോ. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല ഞാൻ ആ സർവജ്ഞപീഠം കയറുമെന്ന്. ഞാനും അമ്മയും കയറുമെന്ന് വിചാരിച്ചതേയില്ല. ഇവിടുത്തെ അമ്മയാണെങ്കിൽ നടുവിന് പ്രശ്നമൊക്കെ ഉള്ളതാണ് അമ്മയ്ക്ക്. പക്ഷെ അമ്മ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് പറഞ്ഞില്ല, ഞാനും അമ്മയും അവിടെ നമ്മൾ മുകളിൽ കയറി ചെന്ന് പറ്റുമെന്ന് വിചാരിച്ചതേയില്ല കേട്ടോ. നമ്മൾക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും എന്തായാലും നമ്മൾ അവിടെ എത്തി. പിന്നെ അതുപോലെ നമ്മൾ ആ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് തൊണ്ടയൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് ഒരു വല്ലാത്ത ഒരു ഫീലിങ്സാണ് നമുക്ക് കേട്ടോ. ശ്വാസമൊക്കെ കിട്ടാതാകുക. പിന്നെ ചെറിയ ഇരുന്നൊക്കെയാണ് കയറിപ്പോയത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ ഹരിനാരായണനും ഉണ്ണിമോളും അമ്മയും അമ്മുമൊക്കെ ചേർന്ന് അതിനകത്ത് വിളക്ക് കത്തിച്ചു. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു അവിടെ ചെന്ന് വിളക്കൊക്കെ കൊളുത്തുമ്പോൾ നമ്മൾ ഈ കയറി പോയതൊന്നും നമുക്കൊരു കഷ്ടപ്പാടല്ലാതായിട്ട് വരും കേട്ടോ. അത്രയ്ക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ എന്താ ഒരു പിന്നെ സുഖമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിങ്സ് കിട്ടത്തില്ല. പക്ഷെ അവിടെ ചെന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിതിവിടെ ചെല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ അങ്ങനെ കുടജാദ്രിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ശങ്കരാചാര്യയുടെ സർവജ്ഞപീഠത്തിൽ കയറി നമ്മൾ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇനി ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കും. ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങും കേട്ടോ. 2 മണി വരെ അവർ ജീപ്പിന് സമയം പറഞ്ഞേക്കുന്നത്. അവിടെ ആ മലമുകളിൽ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. നമുക്ക് ഭയങ്കര സുഖമുള്ള ഒരു ഇത് തന്നെയാണ് അവിടെ. അതുപോലെ തന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര കോടമഞ്ഞൊക്കെ ആയിരുന്നു. അപ്പം നമ്മളവിടെ തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നു കയറിപ്പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടജാദ്രിയിലൊക്കെ പോയതിന് ശേഷം വൈകിട്ട് നമ്മൾ കാർത്തിക ദീപം തെളിയിക്കുന്നത് കാണാനായിട്ട് നമ്മൾ തിരിച്ച് പിന്നെയും മൂകാംബിക ദേവിയുടെ സന്നിധിയിലേക്ക് നമ്മൾ എത്തി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ വലിയ കൽവിളക്കൊക്കെ കൊളുത്തി, കാർത്തിക വിളക്കൊക്കെ കൊളുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ. ഭയങ്കര ജനത്തിരക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെയൊക്കെ തൊഴുതപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. പക്ഷെ വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല ആൾക്കൂട്ടമായിരുന്നു. തൃക്കാർത്തിക ആയതിനാൽ അവിടെ നെയ്വിളക്ക് കത്തിക്കാനായിട്ട് ആൾക്കാർ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു വലിയൊരു ചട്ടിയിൽ നെയ്യൊക്കെ നിറച്ചിട്ട് വിളക്ക് കത്തിച്ച് അമ്മയിരിക്കുന്ന ശ്രീകോവിലിൻ്റെ അതായത് നമ്മുടെ ഈ ബലിക്കല്ലിന് ചുറ്റും 4 മൂലയ്ക്കുള്ള ബലിക്കല്ലിന് ചുറ്റും അവർ കൊണ്ട് ഈ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ കത്തിക്കുമായിരുന്നു കേട്ടോ. എന്തോ ഒരു മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടൊക്കെയാണ് അവരത് ചെയ്യുന്നത്. പിന്നെ അത് ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അമ്പലത്തിൽ. ഇനി ഞങ്ങളും എല്ലാവരും അവിടെ അമ്മയ്ക്ക് നെയ്വിളക്കൊക്കെ കൊളുത്തി. പിന്നെ നമുക്കൊരു വലിയൊരു ഭാഗ്യമുണ്ടായി. അമ്മയുടെ സ്വർണ്ണത്തേരിൽ അമ്മ എഴുന്നള്ളി വന്നപ്പോൾ നമുക്ക് അമ്മയുടെ കൂടെ നമുക്ക് പോകാൻ നമുക്കും ഒരു ഭാഗ്യമുണ്ടായി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അമ്മയുടെ പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ മൂകാംബികയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.